ഒടുവിൽ അതിനും ഒരു തീരുമാനമായി. കണ്ണൂർ സിംഗം കുമ്പിടി സുധാകരൻ പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. കോൺഗ്രസിനോട് ഇത് തന്നെ സുധാകരൻ ചെയ്യണം. കാരണം ഇന്ദിരാഗാന്ധിയെ ഭാരതയക്ഷി എന്ന് വിളിച്ച് അപമാനിച്ച് നടന്ന സുധാകരനെ കോൺഗ്രസിലേക്ക് ചേർത്ത് പിടിച്ചത് മികച്ച താപ്പാനയായ കെ കരുണാകരനായിരുന്നു. ആ കരുണാകരന്റെ കാലത്ത് തന്നെ ആശാനിട്ട് പണി കൊടുത്ത് തന്റെ വ്യക്തിത്വം കാണിച്ചു. കോൺഗ്രസിൽ കിട്ടാവുന്നത്ര സ്ഥാനമാനങ്ങൾ മുഴുവൻ ചോദിച്ചു വാങ്ങി. ഒടുവിൽ MP ആയിരിക്കുമ്പോൾ MLA ആകണമെന്ന് വാശി പിടിച്ച് കോൺഗ്രസിനുള്ള സാധ്യതകൾ കൂടി കെടുത്തി പാർട്ടി വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത് കെ സുധാകരന്റെ പിതൃശൂന്യതയാണ് കാണിക്കുന്നത്. കോൺഗ്രസ് എടുത്ത നിലപാട് അത് ശരിയാണ്. ഭീഷണിപ്പെടുത്തി സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ശരിയായ കീഴ്വഴക്കമല്ല. പാർട്ടിയിലുള്ള മുഴുവൻ സ്ഥാനമാനങ്ങളും കെ സുധാകരന് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. 82 വയസ്സുള്ള സുധാകരനെ വിശ്വസിച്ച് ആരൊക്കെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമെന്നും ആരൊക്കെ വഴിയാധാരമാകുമെന്നും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കെ സുധാകരൻ എന്ത് സ്ഥാനമാണ് ഇനി ഈ പാർട്ടിയിൽ കിട്ടുവാനുള്ളത്? പണ്ട് വനഭൂമിയായിരുന്ന കാലത്ത് ഒലവക്കോട് സ്ട്രോങ് റൂം തകർത്ത് ചന്ദനത്തൈലം കടത്തിയതിന്റെ മണം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. വീണ്ടും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയായി കൊള്ളയടിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? BJPയോട് വില പറഞ്ഞ് ലോട്ടറി ടാപ്പിങ്ങിനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് തോന്നുന്നത്. കിട്ടുന്നത് എന്തായാലും മേടിച്ച് പുരയ്ക്ക് തീയിട്ട് BJPയുമായി സഹകരിക്കാനുള്ള നീക്കമാണ് കുമ്പിടി സുധാകരൻ നടത്തുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. കേരളത്തിലെ ഒരു സീറ്റിലും ഇത് പ്രതിഫലിക്കില്ലെങ്കിലും മലബാറിലെ ഏതാനും സീറ്റിൽ ശക്തമായ പ്രതിഫലനം ഉണ്ടാക്കുമെന്നാണ് കുമ്പിടിക്കും അയാളെ അനുകൂലിക്കുന്നവരും വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ജനം പഴയതുപോലെ അല്ലെന്നും മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ വിരൽത്തുമ്പിൽ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ മാത്രമല്ല കേരള സമൂഹത്തിന്റെയും വിശ്വാസം. രമേശ് ചെന്നിത്തലയടക്കം ഇയാളെ അനുനയിപ്പിക്കാനെന്ന മട്ടിൽ ഇയാളുടെ ഫ്ളാറ്റിൽ പോയി സംഗതികൾ കുറെ കൂടി മൂപ്പിച്ച് പോരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. VD സതീശനെ അടിച്ചു മലർത്തി മുഖ്യമന്ത്രിയാകാനുള്ള രമേശ് ജിയുടെ അമിതമായ ആഗ്രഹമാണ് ഇതിന് കാരണമത്രേ. ഇവരെ രണ്ടുപേരെയും ഒരു നൂലിൽ കെട്ടിയിറക്കുവാനുള്ള കയർ പിരിച്ചുകൊണ്ടിരിക്കുന്ന KC വേണുഗോപാലിന്റെ അകത്തളത്തിലുള്ള പണിയും കുമ്പിടിക്ക് തുണയാകുന്നു. ഏതായാലും കോൺഗ്രസിന് തെളിഞ്ഞു വന്ന ഒരവസരമാണ് ഇവന്മാരുടെ കടിപിടി മൂലം ഇല്ലാതാകാൻ പോകുന്നത്. കണ്ണൂരിൽ കൂടുതൽ സീറ്റിൽ കെ സുധാകരൻ തന്റെ അനുകൂലികളെ സ്ഥാനാർത്ഥികളാക്കി നിർത്തിയാൽ അതിന്റെ എല്ലാം പ്രയോജനം ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്നാണ് ഇയാളുടെ ഒരു ധാരണ. ഇരിക്കൂറിലും പേരാവൂരിലും കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്ന നയമാണ് ഇയാൾ സ്വീകരിക്കുന്നത്. ശൈലജ ടീച്ചർ പേരാവൂരിൽ വന്നതോടുകൂടി പ്രതിരോധത്തിലായ സണ്ണി ജോസഫ് ഇതോടുകൂടി വീണ്ടും പ്രതിരോധത്തിലാകും. പറവൂരിൽ കെ സുധാകരന്റെ അനുകൂല സ്ഥാനാർത്ഥിയെ നിർത്തി VD സതീശനെ തോൽപ്പിച്ച് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമമാണ് സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പരിദൂഷകർ പറയുന്നത്. അതിന് വലിയൊരു തുക രമേശ് ചെന്നിത്തല വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഗൾഫിൽ അത് കൈമാറ്റം ചെയ്തുവെന്നും ഒക്കെ പരിദൂഷണങ്ങൾ പുറത്ത് പ്രചരിക്കുന്നുണ്ടെങ്കിലും വിശ്വാസയോഗ്യമല്ല. കെ സുധാകരനും രമേശ് ചെന്നിത്തലയും കൂടി ആലോചിച്ചിരിക്കുന്ന പുതിയ അടവ് നയമാണിതെന്ന് പറയുന്നവരുമുണ്ട്. രമേശ് നിർബന്ധിച്ച് രാഹുൽ ഗാന്ധി ഇടപെടുത്തി വീണ്ടും അനുനയത്തിൽ കൊണ്ടുവരാനുള്ള നീക്കമായിരിക്കും നടക്കാൻ പോകുന്നത്. സുധാകരന്റെ ഈ ഇടപാടുകൾക്കെല്ലാം പുറകിൽ രമേശ് ചെന്നിത്തലയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്ത് നടപടി വന്നാലും അവസാനം താൻ ഇടപെട്ട് അത് ഒഴിവാക്കിക്കൊള്ളാമെന്നാണ് രമേശ് ചെന്നിത്തല സുധാകരന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനമെന്നാണ് അറിയുന്നത്. ഏതായാലും 9-ാം തീയതി തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ മെയ് മാസം 4-ാം തീയതി വരെ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കാം.